കാസർഗോഡ് ബന്ദിയോട് DM ആശുപത്രിയിലെ നഴ്സിനെ ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കൊല്ലം സ്വദേശിനി സ്മൃതിയാണ് മരിച്ചത്. മരണത്തിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ പറയുന്നു. കൊല്ലം സ്വദേശിനിയാണ് മരിച്ച സ്മൃതി. സൂയിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണോ ഇരിക്കുന്നത്? അങ്ങനെ ഇരുന്ന് എങ്ങനെ ചാകും? ഓക്കെ, ഹാങ് ചെയ്ത് കിടക്കുവാണ്, അല്ലെങ്കിൽ ഹാങ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ ശരി, സമ്മതിക്കാം, അവൾ സൂയിസൈഡ് ചെയ്ത്, അത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പറഞ്ഞാൽ ഇത് അങ്ങനെയാണോ സാറേ ഇരിക്കുന്നത്? ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച സംഭവിച്ചു. ആശുപത്രിയുടെ ഭാഗത്ത് എന്തോ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾക്ക് അത് തന്നെ സാറേ. അവൾ അങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ അല്ലെങ്കിൽ ഇവർക്ക് തെറ്റില്ലെന്നുണ്ടായിരുന്നെങ്കിൽ ഇവർ ഞങ്ങളോട് സംസാരിക്കണമായിരുന്നു. മോൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമമുണ്ടോ? ഒരു മാനസിക വിഷമമില്ല സാറേ. ഉറപ്പായിട്ട് 100% എന്റെ മക്കൾക്ക് മാനസിക വിഷമം ഉണ്ടാക്കാൻ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യത്തുമില്ല. ഞാൻ ജീവിക്കുന്നത് വരെ സാറേ എന്റെ 2 മക്കൾക്ക് ഉണ്ട്. ഈ വയ്യായിരുന്നു ജോലിക്ക് പോയി ചെയ്ത വിവരങ്ങളുമായി ദിസ്ന ചേരുകയാണ്. ദിസ്ന സുരേഷ്, കാസർഗോഡുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ മരണത്തിൽ ബന്ധുക്കൾക്ക് ദുരൂഹതയുണ്ട്. അച്ഛൻ തന്നെയാണ് പറയുന്നത് മകൾക്ക് ഒരു മാനസിക പ്രയാസവുമില്ല, ആത്മഹത്യ ചെയ്ത നിലയിൽ കാണപ്പെട്ടതിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയല്ലേ അവർ പറയുന്നത്? ദിസ്ന സുരേഷ്, തീർച്ചയായും ഇന്നലെയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജോലി ചെയ്ത് വീട്ടിലേക്ക് വന്നതിന് ശേഷം വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യാത്ത സാഹചര്യത്തിൽ കുടുംബം പിന്നീട് ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുകയായിരുന്നു. എന്നാൽ അവർ യാതൊരു തരത്തിലുള്ള മറുപടിയും നൽകിയില്ല എന്ന് തന്നെയാണ് പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത്. കൊല്ലം സ്വദേശി സ്മൃതിയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്നത്. അവർ പ്രധാനമായും ഉന്നയിക്കുന്നത് കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള മാനസിക വിഷമങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്താണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് തന്നെയാണ് കുടുംബം ഇപ്പോൾ പ്രതികരിക്കുന്നത്. അവർ പ്രധാനമായും പറയുന്നത് ഈ ആദ്യ സമയത്ത്, അതായത് ഈ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തിയതിനു ശേഷം വീട്ടിലേക്ക് വിളിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. വീട്ടിലേക്ക് വിളിച്ചിരുന്നു. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആയ സാഹചര്യത്തിലാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് നിരവധി തവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും യാതൊരു തരത്തിലുള്ള മറുപടിയും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. തുടർന്ന് ഇവർ ആശുപത്രി അധികൃതരെ ബന്ധപ്പെട്ടു. ഈ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുമ്പള പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത് മാനസികമായ ചില പ്രശ്നങ്ങൾ ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു, അത്തരത്തിലുള്ള ഒരു പ്രശ്നമാണ്. വ്യക്തമാണ്. കാസർഗോഡാണ് ഒരു സ്വകാര്യ ആശുപത്രിയിലെ നേഴ്സ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ആ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് അച്ഛനടക്കമുള്ള ആളുകൾ പറയുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ദിസ്ന സുരേഷ്.